നമസ്കാരം. ജനമനസ്സിലേക്ക് വീണ്ടും എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് ഉത്തരേന്ത്യയിലേക്ക് കടക്കുകയാണ്. എന്നോടൊപ്പം ഡോക്ടർ എം.എ. ലാലുണ്ട്, ഒപ്പം മാധ്യമപ്രവർത്തകനായ ഷാജി എം ജോസഫുമുണ്ട്. ഉത്തരേന്ത്യയിലെ വലിയ സംസ്ഥാനങ്ങൾ, ഒരുപക്ഷെ ഇന്ത്യ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഉത്തരേന്ത്യയിലെ സംസ്ഥാനങ്ങളാണ് എന്നാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. അന്ന് ചില മാറ്റങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടി 2019 ഏത് തരത്തിലുള്ള മാറ്റത്തിലേക്കാണ് പോകുന്നത് എന്ന് ഇപ്പോൾ പ്രവചിക്കാൻ വയ്യ. ആ പ്രദേശങ്ങളിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ കണക്കൊന്ന് നോക്കാം. ഈ രീതിയിലാണ് വരുന്ന. ആകെ 221 മണ്ഡലങ്ങൾ. ഉത്തർപ്രദേശിൽ 80 ലോക്സഭാ മണ്ഡലങ്ങൾ. ഇത് ചരിത്രപരമാണല്ലോ. ഈ 80 എന്നുള്ളതാണല്ലോ എല്ലാ കാലത്തും ചർച്ച ചെയ്യപ്പെടുന്നത്. മധ്യപ്രദേശിൽ 29, ബീഹാറിൽ 40, ഛത്തീസ്ഗഡ് 11, ജാർഖണ്ഡ് 14, ദാദ്ര ആൻഡ് നഗർ ഹവേലിയിലും ചണ്ഡീഗഡിലും ഓരോന്ന് വീതം, ഉത്തരാഖണ്ഡിൽ 5, പഞ്ചാബിൽ 13, ഹിമാചൽ പ്രദേശിൽ 4, ഹരിയാനയിൽ 10, ദില്ലിയിൽ 7, ജമ്മു കാശ്മീരിൽ 6. ഇങ്ങനെയാണ് 221. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ ഏതാണ്ട് 200 അടുപ്പിച്ചുള്ള ദക്ഷിണേന്ത്യ ഉൾപ്പെടെ ആ കോസ്റ്റൽ ബെൽറ്റിൽ വെസ്റ്റ് ബംഗാൾ വരെ പോകുമ്പോൾ ഉണ്ടാകുന്ന 200-ന് പുറമെ 221. ഇത് എന്ത് പ്രാധാന്യം, എന്ത് വ്യത്യാസം? ഇന്ത്യ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഈ സംസ്ഥാനങ്ങളായിരുന്നു ഒരു കാലഘട്ടം മുഴുവൻ. ഇന്നും അതിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. എന്നാൽ 2014 തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിലേക്ക് നോക്കുക. 2014 ഒന്ന് കാണിച്ചു തരാം. 2014 ആ റിസൾട്ട് ഇങ്ങനെയാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഉത്തർപ്രദേശ്, അവിടെ NDA തൂത്തുവാരി 73 സീറ്റുകൾ, 80-ൽ 73, 2 UPA, മറ്റുള്ളവർ 5. മധ്യപ്രദേശ് NDA തൂത്തുവാരി എന്ന് തന്നെ പറയാം. 27 NDAക്ക്, 2 സീറ്റുകൾ UPAക്ക്. ബീഹാറിൽ NDA 31, 7 UPAക്ക്, 2 മറ്റുള്ളവർക്ക്. ഛത്തീസ്ഗഡിൽ NDA 10 NDAക്ക്, 1 സീറ്റ് UPAക്ക് എന്നാണ്. ജാർഖണ്ഡിൽ NDA 12 സീറ്റുകൾ അവർക്ക്, 2 മാത്രമാണ് UPAക്ക്. ദാദ്ര നഗർ ഹവേലിയിലും ചണ്ഡീഗഡിലും NDA തന്നെ, ഓരോ സീറ്റുകൾ വീതം അവർക്ക് ഉണ്ട്. പിന്നെ വരുന്നത് മറ്റ് സംസ്ഥാനങ്ങൾ. ഉത്തരാഖണ്ഡ് 5 NDAക്കാണ്. പഞ്ചാബിൽ UPAക്ക് 3, NDAക്ക് 2, മറ്റുള്ളവർ 8. അവിടെ ശിരോമണി അകാലിദൾ ഉൾപ്പെടെ. ഹിമാചൽ പ്രദേശിൽ BJP NDAക്ക് 4 സീറ്റുകളും. ഹരിയാനയിൽ NDAക്ക് 7 സീറ്റുകൾ, UPAക്ക് 1, മറ്റുള്ളവർക്ക് 2. ദില്ലിയിൽ NDAക്ക് എല്ലാ സീറ്റും NDAക്ക്. ജമ്മു കാശ്മീരിൽ NDAക്ക് 3, UPAക്ക് 3. ഇങ്ങനെയാണ് അവസ്ഥ. അതായത് NDAക്ക് വലിയ ആധിപത്യം കൊടുത്ത പ്രദേശങ്ങൾ തന്നെ. അതാണ് പറഞ്ഞു വന്നത് ഷാജി എം ജോസഫ് നേരത്തെയൊക്കെ പറഞ്ഞിരുന്നത് ഈ മേഖലയിൽ മഹാ ആധിപത്യം നേടിയാൽ മാത്രമേ അതിപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന മേഖലയായിട്ട് നിലനിൽക്കുള്ളൂ. അതൊന്ന് ചെതറിപ്പോയി കഴിഞ്ഞാൽ മറ്റു പ്രദേശങ്ങളിൽ ഇന്ത്യ ഭരിക്കുന്നത് ആര് എന്ന് തീരുമാനിക്കും. അങ്ങനെ ഒരു യാഥാർത്ഥ്യം കാണുന്നുണ്ട് എന്നാണ് അല്ലേ? ചിതറണമെന്ന് പോലും നിർബന്ധമില്ല, ഒന്ന് വിളറിയാൽ മാത്രം മതി. BJPയും അവർ നേതൃത്വം കൊടുക്കുന്ന NDAയും ഈ മേഖലയിൽ ഒന്ന് വിളറിയാൽ തന്നെ ഇന്ത്യയിൽ നിന്ന് അധികാരഭ്രഷ്ടരായി മാറും മോദിയും മോദിയുടെ ഗവൺമെന്റും. സർവാധിപത്യം തന്നെ ഉണ്ടാവണം. അതിനുള്ള സാധ്യതകളാണ് വിരളമായി നിൽക്കുന്നത്. അതിനുള്ള സാധ്യതകളെ തച്ചുടയ്ക്കുന്ന ഏറ്റവും വലിയ നീക്കമായിരുന്നു BSP-SP-യുടെ സഖ്യം രൂപീകൃതമാകുന്നത്. ഇവിടെയാണ് BJPക്ക് പണ്ട് പരമ്പരാഗതമായി പറയുന്ന ഒരു കാര്യമുണ്ട്: ഡൽഹിയിലേക്കുള്ള അധികാരത്തിന്റെ വണ്ടി ലക്നൗ വഴിയേ വരികയുള്ളൂ. അത് ബീഹാറിൽ ചെല്ലുമ്പോൾ ബീഹാറിലുള്ളവരും കൂടെ പറയും, അധികാരത്തിന്റെ വണ്ടി പട്നയിൽ നിന്ന് നീങ്ങിയാൽ ലക്നൗ വഴി ഡൽഹിയിലെത്തും എന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് പറയാൻ കാരണം 120 സീറ്റ് ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന സംസ്ഥാനം രൂപീകൃതമാകുന്നതിന് മുൻപായിരുന്നെങ്കിൽ 85 പ്ലസ് 40, 54 സീറ്റ് ബീഹാറിലെ. ബീഹാറും എല്ലാം കൂടെ ചേർത്ത് ജാർഖണ്ഡ് ഇല്ലാതെ നിൽക്കുമ്പോൾ 54 സീറ്റാണ്. ആ 14 സീറ്റാണ് ഇന്ന് ജാർഖണ്ഡിലുള്ളത്. അപ്പോൾ ഒന്ന് ആലോചിക്കുക, ഉത്തർപ്രദേശിലെ ഇപ്പോൾ ഉള്ള 80, ഉത്തരാഞ്ചലിലെ 5, ഈ 85-ൽ 76 സീറ്റും ഇപ്പോൾ കൈയടക്കി വെച്ചിരിക്കുന്നത് BJP ആണ്. ബീഹാറിൽ 40-ൽ 31 സീറ്റും NDAയുടെ കയ്യിലാണ്. ജാർഖണ്ഡിൽ 14-ൽ 12 സീറ്റും BJPയുടെ കയ്യിലാണ്. അതൊക്കെ അങ്ങനെ തന്നെ തുടർന്നാൽ മാത്രമേ ഈ ആധിപത്യം BJPക്ക് ദേശീയ തലത്തിലും തുടരാൻ കഴിയുള്ളൂ. അതെ, ആ കണക്ക് നോക്കാൻ പറ്റുന്നത് 99 പുതിയ സഖ്യങ്ങളുടെ സാഹചര്യത്തിൽ അത് അസ്ഥിരമായി മാറി.
അല്ലേ? അതെ, അതല്ലേ അതാണ് ഇപ്പോൾ യാഥാർത്ഥ്യം. അസ്ഥിരമായി എന്ന് മാത്രമല്ല വളർച്ചയ്ക്കും ഒരു നിരക്കുണ്ടല്ലോ, അതിനുമപ്പുറം വളരാൻ സാധിക്കില്ല. Yes, yes, yes. സോ ദി BJP ആൻഡ് ദി NDA ഇൻ ദീസ് നോർത്തേൺ സ്റ്റേറ്റ്സ് അവർ നടത്തിയ 2014 വിജയം എന്ന് പറയുന്നത് മേളിലോട്ട് പോകാവുന്ന ഒരു വിജയമല്ല. ഇനിയുള്ള സ്വാഭാവിക അടുത്ത നടപടി എന്ന് പറയുന്നത് താഴോട്ട് വരികയെന്ന് മാത്രമാണ്. ഈ വിളർച്ച 10 കൊണ്ട് വന്നാലും 20 കൊണ്ട് താഴോട്ട് വന്നാലും ഈ വിളർച്ച എവിടെ കൊണ്ട് വളർച്ചയാക്കി മാറ്റാൻ സാധിക്കും എന്നതാണ് BJPയുടെ മുന്നിലുള്ള പ്രശ്നം. ഇവിടെ എടുക്കണം. NPC ഇവിടെ ഈ പ്രദേശങ്ങളിൽ വിളർച്ച ഉണ്ടായപ്പോൾ NDA എങ്ങനെയാണ് ഇന്ത്യയിൽ നിന്നത് എന്ന് നോക്കാം. 99-ൽ ഈ പ്രദേശത്ത് NDAക്ക് 100+ കിട്ടിയപ്പോൾ 110 കിട്ടിയപ്പോൾ അവർ ഭരിച്ചു ഇന്ത്യ. 2004-ൽ 100-ൽ താഴേക്ക് വന്നു 82-ലേക്ക് വന്നപ്പോൾ 2009-ൽ 94-ൽ എത്തിയിട്ട് കൂടി അവർക്ക് ഭരണം കിട്ടിയില്ല ഈ പ്രദേശത്ത്. 2014-ൽ 176 സീറ്റുകളാണ് അവർക്ക് ഈ പ്രദേശത്ത് നിന്ന് കിട്ടിയത്, നമ്മളിപ്പോൾ കണ്ടതുപോലെ. അപ്പോൾ ഇത് തന്നെയാണ്, ഈ പ്രദേശം വളരെ നിർണായകമാണ്. നമ്മൾ ഒന്ന് ആലോചിക്കുക, ആ കണക്കൊന്ന് നോക്കിയേ. 85 സീറ്റ് ഉണ്ടായിരുന്ന പഴയ അൺഡിവൈഡഡ് UP, 54 സീറ്റ് ഉണ്ടായിരുന്ന ബീഹാർ, അൺഡിവൈഡഡ് ബീഹാർ. ഇവരാണ് ദേ യൂസ് ടു കോൾ ദ ഷോട്ട്സ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ് വെൻ ഇറ്റ് കംസ് ടു ലോക്സഭ ഇലക്ഷൻസ്. ഇന്ന് ജാർഖണ്ഡിലെ സ്ഥിതി ഒന്ന് എടുക്കുക. 14 സീറ്റിൽ കഴിഞ്ഞ പ്രാവശ്യം 12 നേടിയത് BJP, 2 സീറ്റ് JMMന് മാത്രമേ അവിടെ 2 സീറ്റ് കിട്ടിയുള്ളൂ. ആ 2 സീറ്റ് എന്ന് പറയുന്നത് ഒന്ന് ഷിബു സോറൻ ജയിച്ച ദുംകയും വിജയ് എന്ന് പറയുന്ന ഒരു MP അദ്ദേഹം ജയിച്ച രാജ്മഹലും. ഈ 2 സീറ്റാണ്. അതായത് ട്രൈബൽ റീജിയനാണ്. സന്താൾ പർഗാന എന്ന് പറയുന്ന ട്രൈബൽ റീജിയൻ. ആ ട്രൈബൽ റീജിയനിൽ 2 സീറ്റ് അവിടെ BJP നടത്താവുന്നതൊക്കെ നടത്തി നോക്കിയിട്ടും അവിടെ BJP കെട്ടിവെച്ച കാശ് കൃത്യമായി കിട്ടി എന്നതല്ലാതെ ഷിബു സോറനെയോ വിജയിയോ പരാജയപ്പെടുത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഈ ജാർഖണ്ഡിൽ ഇപ്പോഴുള്ളത് എന്ന് പറയുന്നത് BJPക്കെതിരെയുള്ള ഒരു വലിയ സഖ്യമാണ്. ഒരു വശത്ത് BJPയും ബാബുലാൽ മറാണ്ടി നേതൃത്വം കൊടുക്കുന്ന JVM, ജാർഖണ്ഡ് വികാസ് മോർച്ച, ഷിബു സോറന്റെ മകനായ ഹേമന്ത് സോറൻ നേതൃത്വം കൊടുക്കുന്ന ജാർഖണ്ഡ് മുക്തി മോർച്ച, കോൺഗ്രസ്. പല സംസ്ഥാനങ്ങളിലേക്ക് ഒന്ന് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉത്തർപ്രദേശിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഉത്തർപ്രദേശിൽ തൂത്തുവാരിയ അവസ്ഥയിലാണ് BJPക്ക് 2 അവസ്ഥയും ഉണ്ട്. അതെ BJP വെറും 5 സീറ്റിൽ ഒതുങ്ങിയ ഒരു കാലഘട്ടമുണ്ട്. നമ്മൾ 2009-ൽ ചരിത്രം ഒന്ന് എടുത്തു നോക്കി. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം 2014-ൽ അവർ നേടിയ 71 സീറ്റ്, 2 സീറ്റ് അപ്പനാദളിന്റെയാണ്, അങ്ങനെ 73. പക്ഷേ എന്നാൽ ഇപ്പോൾ ഉത്തരാഞ്ചലിൽ നിന്ന് 5-ൽ 5 അവർ നേടിയിരുന്നു. ഈ പ്രിയങ്ക ഗാന്ധി വാരണാസിയിലേക്ക് ഒരു ബോട്ട് യാത്ര ഗംഗയിൽ നടത്തിയതിന് മുൻപേ തന്നെ യാത്ര നടത്തിയ ആളാണ് ഷാജി M. ജോസഫ്. ഈ വാരണാസിയിലേക്ക് ഒരു യാത്ര നടത്തി ഗോരഖ്പൂരിൽ നിന്ന്, അല്ലെ? ആ യാത്രയിൽ കണ്ടത് എന്താണ്? പഴയ ആ BJP ആ പ്രതാപം ഇപ്പോഴും അവിടെ നിലനിർത്തുന്നുണ്ടോ? ഈ പ്രത്യേകിച്ച് BSP SP കൂടെ ഇങ്ങനെ ഒരു അവസ്ഥ വന്ന സ്ഥിതിക്ക് 2014 ഞാൻ വളരെ നമ്മൾ രാഷ്ട്രീയം പറയുമ്പോൾ ബീഹാറിലെയും UPയിലെയും രാഷ്ട്രീയം പറയുമ്പോൾ ജാതി വ്യവസ്ഥയിലെ രാഷ്ട്രീയം പറയാൻ സാധിക്കുള്ളൂ. ഞാൻ ഗോരഖ്പൂർ മുതൽ വാരണാസി വരെയുള്ള യാത്രയിൽ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. 10% മുന്നോക്ക വർഗ്ഗക്കാർക്ക് ഒരു റിസർവേഷൻ കൊടുത്തല്ലോ, അതിൻ്റെ ഒരു ഇഫക്റ്റ് മുന്നോക്ക വർഗത്തിലുണ്ട്. ആ ഇഫക്റ്റ് എന്താണെന്നറിയാമോ? BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള അവരുടെ ട്രെൻഡ് അവസാനിച്ചിട്ടുണ്ട്. അവർ BJPയിൽ തന്നെ അടിയുറച്ചു നിൽക്കും. 2014-ൽ നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്ത പ്രത്യേകിച്ച് ഈസ്റ്റേൺ UP എന്ന് പറയുന്നതാണ് ഒരു ബീഹാർ, ഉത്തർപ്രദേശിന്റെ ബീഹാറാണ് ഈസ്റ്റേൺ UP. അതായത് ജാതി രാഷ്ട്രീയം എല്ലായിടത്തും എന്താ പറയുന്നത് പ്രവഹിക്കുന്ന ഒരു സ്ഥലമാണ് ഈസ്റ്റേൺ UP. ഈ കൗബെൽറ്റ് ഒക്കെ അവിടെയാണ്, ഇതാണ് ഈ പ്രദേശമൊക്കെ ചേർത്ത് പറയാം. കൗബെൽറ്റ് എന്ന് പറഞ്ഞാൽ യാദവരുടെ ഡൊമിനേഷൻ ഉള്ള മേഖലയ്ക്കാണ് ഈ കൗബെൽറ്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ആ മെയിൻപുരി ഏരിയയാണ്. മുലായം സിംഗ് യാദവ് ഇവരൊക്കെ മത്സരിക്കുന്ന, അതുപോലെ ലാലു യാദവിൻ മത്സരിക്കുന്ന എന്താ പറയുക ബീഹാറിന്റെ നോർത്തേൺ ബീഹാർ, ആ മേഖലകൾ. ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ നിലവിലുള്ളൊരു ഫാക്ട്, ഞാൻ ഈ പുൽവാമയ്ക്ക് ശേഷമാണ് ഈ ജാതി വ്യവസ്ഥയ്ക്ക് അതീതമായി ഒരു ചിന്താഗതി ഉത്തർപ്രദേശിൽ സംജാതമായിട്ടുണ്ടോ എന്നറിയാൻ ജാതി വ്യവസ്ഥയിൽ മാത്രം രാഷ്ട്രീയം നടക്കുന്ന ഒരു പ്രത്യേക സ്ഥലമായി ഈസ്റ്റേൺ UPയിലേക്ക് ചെല്ലുന്നത്. അവിടെ ഇപ്പോഴും സവർണർ 2014-ൽ BJPക്ക് വോട്ട് ചെയ്ത സവർണർ ഇപ്പോഴും BJPയോടൊപ്പം തന്നെയാണ്, അതുപോലെ തന്നെ നിൽക്കുകയാണ്. എന്നാൽ ആ ഒരൊറ്റ സവർണ കൺസോളിഡേഷൻ വിജയം ഉണ്ടാക്കില്ല. അവിടെ വിജയിപ്പിക്കാനുള്ള ശക്തി അവർക്കില്ല. പക്ഷെ അവരുടെ വോട്ടിംഗ് കപ്പാസിറ്റി കൂടുതലാണ്. അതായത് ബാക്ക്വേർഡ്സിനെ കൊണ്ട് അവർ പറയുന്നിടത്ത് വോട്ട് ചെയ്യിക്കാനുള്ള ഒരു കപ്പാസിറ്റി അവർക്കുണ്ട്. ആ ശേഷി ഇപ്പോഴും ഉണ്ട്. അവർക്കുണ്ട്. പക്ഷെ പ്രശ്നം
ഈ സവർണരുടെ സോഷ്യൽ ഡൊമിനേഷന് കീഴ്പ്പെട്ടു പോകുന്ന OBC-കൾ, ദളിതർ ഇന്ന് അവരെക്കാൾ വലിയ ശക്തിയാണ് തങ്ങളെന്ന് കണ്ടുകൊണ്ടാണ് മുന്നോട്ട് നീങ്ങുന്നത്. പ്രത്യേകിച്ച് അഖിലേഷ് യാദവും മായാവതിയും ചേർന്ന് നിന്നുകൊണ്ട് ഒരു സഖ്യം രൂപപ്പെട്ടപ്പോൾ തങ്ങളുടെ ന്യൂമറിക്കൽ ഡോമിനേഷൻ എന്താണെന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. അതിനുമപ്പുറം മണ്ഡൽ മുതൽ ഇങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ മണ്ഡൽ വേഴ്സസ് കമണ്ഡൽ എന്നാണ് ഹിന്ദിയിൽ അവർ പറയുന്നത്. ഈ മണ്ഡൽ വേഴ്സസ് കമണ്ഡലിന്റെ കാലഘട്ടത്തിൽ അവരുടെ ശക്തിയെ തിരിച്ചറിഞ്ഞതാണ്. പരമ്പരാഗതമായി തങ്ങളെ സാമൂഹ്യമായി അടക്കി വാണുകൊണ്ടിരുന്ന സവർണരുടെ ഡൊമിനേഷനെ തച്ചുടച്ച് ഇല്ലാതാക്കാനുള്ള ഒരു ശക്തി തങ്ങൾക്കുണ്ട് എന്ന് മുലായം സിംഗ് യാദവിലൂടെ തിരിച്ചറിഞ്ഞ വ്യക്തികൾ, മായാവതിയിലൂടെയും കാഞ്ചിറാമിലൂടെയും തിരിച്ചറിഞ്ഞ ദളിത് വിഭാഗങ്ങൾ, അവരെയാണ് ഇന്ന് ഈ സവർണ കൺസോളിഡേഷൻ നേരിടുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഈസ്റ്റേൺ UP-യിലേക്ക് ചെന്നാൽ സവർണരുടെ ലോബിക്കെതിരെ നീങ്ങുന്ന ഈ ബാക്ക്വേർഡ്സിന്റെ ഒരു വലിയ ഡൊമിനേഷൻ നമുക്ക് ഈ ബാക്ക്വേർഡ്സിൽ ഒരുപക്ഷെ ഈ മായാവതിക്ക് മുസ്ലിം വോട്ട്സിലും ഉണ്ടല്ലോ സ്വാധീനം. അവരും അത് ഇപ്പൊ കോൺഗ്രസ് ഇല്ലാതെ മുന്നോട്ട് പോകുന്നു. അപ്പൊ കോൺഗ്രസിന്റെ റോൾ എന്താണ്? ഇവര് ഏത് രീതിയിലാണ് ഈ ന്യൂനപക്ഷ വോട്ടുകൾ മൊത്തത്തിൽ എടുക്കുക? അതെങ്ങനെ കാണാം? കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയുമോ? UP-യിലെ ബീഹാറിലെയും മുസ്ലിങ്ങൾ, പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങൾ BJP-യെ പരാജയപ്പെടുത്തുക എന്ന് പറയുന്ന ഒരൊറ്റ ലക്ഷ്യം ആയി മാത്രം മുന്നോട്ട് പോകുന്നവരാണ്. കാരണം അവർ അനുഭവിക്കുന്ന വ്യതകൾ ഭയങ്കരമാണ്. അവിടെ നമുക്കൊന്നും ചിന്തിക്കാൻ സാധിക്കാത്ത സ്ഥിതിയിൽ ബാബറി മസ്ജിദ് മാത്രമല്ല, ബാബറി മസ്ജിദും ഒക്കെ അവർ നോക്കുമ്പോൾ സാമൂഹികമായി അവർ നേരിട്ട ഒരു വെല്ലുവിളിയായിരുന്നു. ഇവിടെ ഇൻഡിവിജ്വൽ വ്യക്തിപരമായിട്ട് അവരുടെ ഗ്രാമങ്ങളിൽ അവരെ ജീവിക്കാൻ പോലും സമ്മതിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് യോഗി ആദിത്യനാഥിന്റെ ഗവൺമെന്റിന് കീഴിൽ സവർണർ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മതന്യൂനപക്ഷങ്ങൾ ഒന്നിച്ചു നിന്നുകൊണ്ട് മായാവതിയെയും അഖിലേഷ് യാദവിന്റെയും സഖ്യത്തെ നെഞ്ച് വിരിച്ചു നിന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു രംഗമാണ് നമ്മളവിടെ കാണുന്നത്. കോൺഗ്രസ് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് മത്സരിക്കുമെന്ന് പറയുമ്പോഴും കോൺഗ്രസിനറിയാം മുസ്ലിം വോട്ട് ബാങ്കിൽ അവർ എവിടെയെങ്കിലും ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ സാധിച്ചാൽ അവിടുത്തെ വിജയം BJP-യിലേക്ക് പോകും. പക്ഷേ കോൺഗ്രസിന് മറ്റൊരു പ്രശ്നം കൂടി ഇവിടെ ഉള്ളത്, സവർണർക്കിടയിൽ സവർണരെ തങ്ങൾക്ക് അനുകൂലമായി കൊണ്ടുവരാമെന്ന് കോൺഗ്രസ് വിചാരിച്ചെങ്കിൽ പോലും അതിനെതിരെ മോദി എടുത്ത വലിയ നീക്കമായിരുന്നു 10% റിസർവേഷൻ ഫോർ ദി എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ഇൻ ദി ഫോർവേഡ് ക്ലാസസ്. അത് വളരെ ശക്തമായി കാര്യം അവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ നാഷണലിസം, പേട്രിയോട്ടിസം, അതായത് ഈ ഗവൺമെന്റിനെതിരെ ചോദ്യം ചോദിച്ചാൽ, പണ്ട് ഒരു ജർമ്മൻ ഫിലോസഫർ പറഞ്ഞില്ലേ, രാഷ്ട്രീയക്കാർ രണ്ട് കാര്യങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ജനങ്ങളെ രണ്ടായി അവർ സൃഷ്ടിക്കുന്നു, ഒന്ന് ഉപകരണങ്ങളായി, ഒന്ന് ശത്രുക്കളായി. ഇതാണ് കൃത്യമായി ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരുന്നത് ഈ കഴിഞ്ഞ 5 വർഷവും. നിങ്ങളെ ഉപയോഗിച്ച്, അതായത് പൊള്ള വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് കൂടെ നിർത്തിയ ആളുകളെ ഉപയോഗിച്ച് ഒരു വലിയ ഒരു വോട്ട് ബാങ്ക് ഉണ്ടാക്കുക. അതിലൊക്കെ വീണുപോയവരാണ് ഇവിടുത്തെ ചെറുപ്പക്കാർ 2014. ഈ മധ്യപ്രദേശിലൊക്കെ വന്നപ്പോഴത്തേക്കും 2018 ആ മാറ്റം ജനങ്ങൾ തിരിച്ചറിഞ്ഞ് വോട്ട് ചെയ്തു, കോൺഗ്രസിന് വോട്ട് ചെയ്തു, അധികാരത്തിൽ അവരെ കൊണ്ടുവന്നു. ഇപ്പൊ 2019 തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് ആവർത്തിക്കുമോ, അതോ ഒരു ധൈര്യം കൂടുതൽ വോട്ടർമാർക്കുണ്ടായോ മധ്യപ്രദേശിൽ? കുറച്ചുകൂടി മുന്നോട്ട് വരാം. മധ്യപ്രദേശിൽ 29 ലോക്സഭാ സീറ്റുള്ള മധ്യപ്രദേശ് BJP-ക്ക് ഞാനിപ്പോൾ ഒരു കാര്യം നിങ്ങളോട് പറയാം. നാഗ്പൂർ ഉൾപ്പെടുന്ന മഹാരാഷ്ട്രയിൽ BJP പരാജയപ്പെടുന്നതിലും വലിയ ലോസാണ് മധ്യപ്രദേശിലെ ഗവൺമെന്റ് നഷ്ടപ്പെട്ടു എന്നുള്ളത്. കാരണം BJP-യെ എല്ലാം കൊണ്ടും നയിക്കുന്ന BJP-യുടെ പ്രഭവ ആസ്ഥാനമായ RSS എന്ന് പറയുന്ന സംഘടനയുടെ എല്ലാ പരീക്ഷണങ്ങളും നടപ്പാക്കിക്കൊണ്ടിരുന്നത് മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശ് ഈവൻ ടുഡേ റിമെയിൻസ് ദി ലബോറട്ടറി ഓഫ് ദി രാഷ്ട്രീയ സ്വയം സേവക് സംഘ്. നാഗ്പൂരിൽ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും, അവരുടെ ഓരോ സ്ട്രാറ്റജിയും, അവരുടെ ഓരോ RSS പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ രൂപം കൊടുക്കുന്ന എല്ലാ സർജിക്കൽ സ്ട്രൈക്കുകളും, സാമൂഹ്യമായതും രാഷ്ട്രീയമായ സർജിക്കൽ സ്ട്രൈക്കുകളും ആദ്യം പരീക്ഷിച്ചു നോക്കുന്നത് മധ്യപ്രദേശിലായിരുന്നു. ഇന്ന് മധ്യപ്രദേശ് അവരുടെ കൈകളിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നതുകൊണ്ട് മധ്യപ്രദേശിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ അവർ നേടിയ 27 സീറ്റിന്റെ വിജയം ആവർത്തിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്ന് അവർക്കറിയാം.
പക്ഷെ അവരുടെ പൊളിറ്റിക്സ് പൂർണ്ണമായും മാറ്റി നിർത്തിയല്ല കമൽനാഥ് അവിടെ കളിക്കുന്നതും. കമൽനാഥ് അവരോടൊപ്പം നിന്നുള്ള അവരെ കൂടെ നിർത്തിയുള്ള ഒരു പൊളിറ്റിക്സ് ആണ്. മധ്യപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്തിനാണല്ലോ ഗുജറാത്തിനും അപ്പുറം മൃദു ഹൈന്ദവ. അതെ, ഇനി മൃദു എന്നും പറയാൻ പറ്റില്ല, കാരണം സംസ്ഥാനം മുഴുവൻ ഗോശാലകൾ വേണമെന്നല്ലേ പറഞ്ഞത്. അതെ അതെ അതെ. അപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി BJP-യുടെ ഹൈന്ദവ രാഷ്ട്രീയത്തിന് കുടപിടിച്ച ഒരു സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ആ മധ്യപ്രദേശിൽ അവർ വിജയിച്ചു എന്നുള്ളതൊരു സത്യമാണ്. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം BJP-യെ മധ്യപ്രദേശിൽ രാഷ്ട്രീയമായി ചെക്ക്മേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അതിൻ്റെ കാരണം ഞാൻ പറയാം. അതിൻ്റെ കാരണം രാഷ്ട്രീയ സ്വയം സേവക് സംഘ് കൈയും മെയ്യും മറന്ന് മധ്യപ്രദേശിനെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമം നടത്തും. കാരണം മധ്യപ്രദേശിൻ്റെ ഗ്രാമാന്തരങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന RSSന്റെ ശാഖകൾ അവർക്കെതിരെ കമൽനാഥിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ചില നീക്കങ്ങൾ നടത്തുന്നു എന്നവർക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തി BJP-ക്ക് 29-ൽ 27 നേടിയില്ലെങ്കിലും 20 സീറ്റെങ്കിലും നേടിയാലേ ഉള്ളൂ രാഷ്ട്രീയ സ്വയം സേവക് സംഘിന്റെ ലബോറട്ടറിയെ മധ്യപ്രദേശിനെ പിടിച്ചു നിർത്താൻ സാധിക്കൂ എന്ന് RSSന് അറിയാം. അതുകൊണ്ട് അവിടെ BJP-ക്ക് ഒരു ഡൊമിനേഷൻ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഞാൻ. അല്ല, ഇതുപോലെ തന്നെയാണല്ലോ ഛത്തീസ്ഗഡിലും ഒരു മാറ്റമുണ്ടായതിനു ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പല്ലേ ഇനി വരാൻ പോകുന്നത്. ഇതിന്റെ കൂടെ തന്നെ ചേർത്ത് പറയാവുന്നതാണ് ഛത്തീസ്ഗഡിലെ സ്ഥിതി. മധ്യപ്രദേശിന്റെ ഭാഗമായിരുന്ന ഛത്തീസ്ഗഡിന്റെ ഒരു രാഷ്ട്രീയ പ്രത്യേകത എന്ന് പറയുന്നത് ഗിരിവർഗങ്ങൾക്ക്, ട്രൈബലുകൾക്ക് വളരെ ഡൊമിനേഷനുള്ള ബസ്തർ റീജിയൻ, ആ റീജിയൻ അവിടെയാണല്ലോ ഈ നക്സലിന്റെ ഒരു പ്രഭവ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഛത്തീസ്ഗഡിൽ ട്രൈബൽസ് ആൻഡ് നോൺ ട്രൈബൽസ്, ജാർഖണ്ഡിലെ പോലെ തന്നെ ട്രൈബൽസ് ആൻഡ് നോൺ ട്രൈബൽസ് ഒരു സോഷ്യൽ ബാലൻസിൽ നിൽക്കുന്ന സംസ്ഥാനമാണ്. അവിടെ ട്രൈബൽസിനിടയിൽ ഏറ്റവും കൂടുതൽ വേരോട്ടമുള്ള ഒരു നക്സൽ ബെൽറ്റ് ഉണ്ട്, പഴയ ദണ്ഡകാരണ്യാഴി റീജിയൻ. ആ റീജിയനിൽ ആന്ധ്രാപ്രദേശുമായി ചേർന്ന് കിടക്കുന്ന പണ്ട് ഗ്രേ ഹൗണ്ട്സ് കയറി പ്രവർത്തിച്ച ഒരു ഏരിയയൊക്കെയാണല്ലോ YSRന്റെ കാലത്ത്. ഈ പ്രദേശത്ത് ഇപ്പോൾ ഛത്തീസ്ഗഡിൽ അവർ നേടിയ വലിയ വിജയം, കോൺഗ്രസ് നേടിയ വലിയ വിജയം, BJP-ക്ക് ഏൽപ്പിച്ച വലിയ പ്രഹരം, അത് കോൺഗ്രസിനൊരു അപ്പർ ഹാൻഡ് കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പ്രത്യേകിച്ച് ഗിരിവർഗക്കാർക്കിടയിൽ അവിടുത്തെ സനാതൻ മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തെ അംഗീകരിക്കുന്ന ഒരു പുതിയ നേതൃത്വം എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു മേഖല പണ്ട് RSSന് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിരുന്ന ഞാൻ ഈ പറഞ്ഞ മേഖല, ബസ്തർ മുതലുള്ള മേഖലകൾ, ബീഹാറിലെ ജാർഖണ്ഡിലെ ഗഡവ ജില്ലയോട് ചേർന്ന് കിടക്കുന്ന ആ ഒരു ബെൽറ്റ്, ആ ബെൽറ്റിൽ കോൺഗ്രസിന് വലിയ നേട്ടമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. കാരണം ഒരു കാലഘട്ടത്തിൽ തങ്ങളുടേതായി നിന്ന് അജിത് ജോഗിയെ കോൺഗ്രസിൽ നിന്ന് മാറ്റിയപ്പോൾ അജിത് ജോഗിയുടെ വിപ്ലവത്തിൻ്റെ കൂടെ തന്നെ നിന്ന ഈ ട്രൈബൽ പോപ്പുലേഷൻ അവർ ഇന്ന് കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് കോൺഗ്രസിന് ഛത്തീസ്ഗഡിലെ 11 സീറ്റിൽ ഭൂരിപക്ഷവും ജയിക്കാൻ സാധിക്കും. എന്നാൽ നോൺ ട്രൈബൽ ബെൽറ്റിൽ, നോൺ ട്രൈബൽ മേഖലയിൽ BJP-യുടെ വളർച്ച, BJP-യുടെ വിജയത്തെ നമുക്ക് ചെറുതാക്കി കാണാൻ സാധിക്കില്ല. പഞ്ചാബും ഡൽഹിയും ഒരുപക്ഷെ മെയിൻ സ്ട്രീമിൽ ശ്രദ്ധിക്കപ്പെടുന്ന രണ്ട് സംസ്ഥാനങ്ങളാണ്. കോൺഗ്രസിന് വേണമെങ്കിൽ മുന്നേറാവുന്ന തന്ത്രങ്ങൾ പ്രയോഗിക്കാവുന്ന സ്ഥലങ്ങളിൽ 2019 അവർ ആ രീതിയിൽ കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ പഞ്ചാബിൽ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന് ഇപ്പോഴും നല്ല വിലയിരുത്തലുകളാണ് ഉള്ളത്. ആ ഗവൺമെന്റ് നന്നായി മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് സാധാരണ വിലയിരുത്തലുകൾ. അവിടെ അകാലിദളിന് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അകാലിദളിലെ പ്രധാനപ്പെട്ട നേതാക്കളായിരുന്ന 2 പേർ പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് പോന്നിട്ടുണ്ട്. അവരുടെ മേഖല, അതായത് പാകിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന ഒരു മേഖലയുണ്ട്, അട്ടാരി മുതൽ തരൺതാരൻ വരെയുള്ള മേഖല. ഞാൻ ഈ മേഖലകളിലൊക്കെ ലോക്സഭാ ഇലക്ഷൻ ആകുമ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അട്ടാരി മുതൽ തരൺതാരൻ വരെയുള്ള മേഖലകളിൽ, അത് ലുധിയാനയാണെങ്കിലും അമൃത്സർ ആണെങ്കിലും ഈ കോൺസ്റ്റിറ്റ്യുവൻസികളിലൊക്കെ അകാലിദളിന് സുവർണക്ഷേത്രം ഇരിക്കുന്ന മേഖല, അമൃത്സർ സുവർണക്ഷേത്രം ഇരിക്കുന്ന മേഖലകളിൽ അകാലിദളിന് ഈ സിഖുകാരുടെ ആ ഒരു റിലീജിയസ് സെന്റിമെന്റ് വെച്ചുകൊണ്ട് ഒരു നേതൃത്വം, ഒരു ഡൊമിനേഷൻ ഉണ്ടായിരുന്നു. ആ ഡൊമിനേഷന് ഒരു പരിധി വരെ അറുതി വരുത്തുവാൻ നവജോത് സിംഗ് സിദ്ധുവിൻ്റെ നേതൃത്വത്തിൽ
ആ മേഖലയിൽ നടത്തുന്ന ചില പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങൾ കൊണ്ട് കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട്. മറ്റു മേഖലകളിൽ കോൺഗ്രസിൻ്റെ ഒരു വിജയഭേരി തന്നെ മുഴങ്ങും. 13-ൽ ഒരു എൻ്റെ ഒരു കണക്കുകൂട്ടൽ ഒരു 10 സീറ്റ് വരെ കോൺഗ്രസ് തന്നെ പിടിക്കും പഞ്ചാബിൽ. അതിന് മാറ്റങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ സോഷ്യൽ കമ്മിറ്റ്മെന്റും സോഷ്യൽ സപ്പോർട്ടും എന്താണെന്ന് തിരിച്ചറിയാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കോൺഗ്രസ്സുകാരാണ്. ഇത് ഞാൻ പറയാൻ കാരണം, രാഷ്ട്രീയത്തിൽ നിന്ന് ഏതാണ്ട് എഴുതി തള്ളപ്പെടേണ്ട സമയമായ ഷീലാ ദീക്ഷിത്തിനെ പോലെ 15 വർഷം ഡൽഹിയിലെ മുഖ്യമന്ത്രിയായിരുന്ന ഒരാൾ ഇന്നും എപ്പോൾ 70 സീറ്റിലേക്ക് നടന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്ലീനായി എഴുതി തള്ളപ്പെട്ടപ്പോഴും 7 സീറ്റിലേക്ക് 2014 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ക്ലീനായി പുറന്തള്ളപ്പോ ശേഷവും ഷീലാ ദീക്ഷിത് വിശ്വസിക്കുന്നത് തൻ്റെ മകനായ സന്ദീപ് ദീക്ഷിത്തിനെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണമെങ്കിൽ അതിന് കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കണം എന്നുള്ളതാണ്. ഇങ്ങനെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ വിജയത്തിനുമപ്പുറം തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങളെ മുന്നിൽ നിർത്താൻ ശ്രമിക്കുന്ന ചില നേതാക്കൾ ഇന്നും കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ CWC പോലുള്ള വലിയ എന്താ പറയുന്ന വളരെ ഉയർന്ന ഒരു പാർട്ടി വേദിയിൽ നിന്നുകൊണ്ട് തന്നെ BJPയുടെ ഏജന്റായി പ്രവർത്തിക്കുന്നു എന്ന് ആം ആദ്മി പാർട്ടിയിലുള്ളവർ കവലകളിൽ പ്രസംഗിക്കുകയാണ്. ഇത് വാസ്തവമാണ്. കോൺഗ്രസിന് ഡൽഹിയിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ, 7 സീറ്റിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആം ആദ്മി പാർട്ടിയുമായി അവർ ഒരു സഖ്യത്തിൽ ഏർപ്പെടണം. ആം ആദ്മി പാർട്ടി അവരോട് കൊടുത്ത ഓഫർ എന്ന് പറയുന്നത് 3+3+1 എന്നാണ് പറഞ്ഞിരുന്നത്. 1 സീറ്റിൽ പൊതുസമ്മതനായ ഒരാൾ, ബാക്കി 6 സീറ്റിൽ നമ്മൾ 3 AIPയും 3 കോൺഗ്രസും. നിയമസഭയിൽ ഒരു പ്രാതിനിധ്യം പോലും ഇല്ലാത്തൊരു പാർട്ടിയായി നിൽക്കുന്ന പാർട്ടിക്ക് 3 സീറ്റുകൾ, ലോക്സഭാ സീറ്റുകൾ ഓഫർ ചെയ്താണ് ആം ആദ്മി പാർട്ടി. പരമാവധിയാണത്. അത് പരമാവധിയാണ്. അതിനപ്പുറം എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? 1 സീറ്റിലും ഇന്ന് ഡൽഹിയിൽ നിന്ന് ജയിക്കാൻ കഴിവുള്ള ഒരു നേതാവും കോൺഗ്രസിന്റെ ഡൽഹി യൂണിറ്റിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. യെസ്, ഒറ്റ കാര്യം നമുക്ക് ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടത് ജമ്മു കാശ്മീരാണ്. ജമ്മു കാശ്മീരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടത്താം, പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തണ്ട എന്നൊരു അതിന് പറ്റിയ സാഹചര്യം അല്ല എന്നും കൂടി കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പം നമ്മുടെ ആളുകളൊക്കെ. ഇത് BJPയുടെ ജമ്മു ആൻഡ് കാശ്മീരിന്റെ കാര്യത്തിൽ BJP എടുത്തിരിക്കുന്ന സ്റ്റാൻഡ് എന്ന് പറയുന്നത് അത് BJPയുടെ രാഷ്ട്രീയ സ്വാർത്ഥതയുടെ ഒരു വലിയ തെളിവാണ്. ഇതിന്റെ കാരണം എന്ന് പറയുന്നത്, ജമ്മുവിൽ മാത്രം നിൽക്കുന്ന ഒരു പാർട്ടിയാണ് BJP. ജമ്മുവിലെ പഴയ ജമ്മുവിൽ നിന്നും ഹൈന്ദവർക്ക് ഡൊമിനേഷനുള്ള മേഖലയിൽ BJP വലിയ വേരോട്ടം കൊണ്ട് അതിന് മാറ്റമൊന്നുമില്ല. അത് നേരത്തെ നമ്മൾ UPയിലെ കാര്യം പറഞ്ഞ പോലെ സവർണരായിട്ടുള്ള ബ്രാഹ്മിൻസ് ആ JNKയിൽ നിന്ന് ഒരു കാലഘട്ടത്തിൽ തീവ്രവാദം പടർന്നു പിടിച്ചപ്പോൾ അവിടെ യാതനകൾ അനുഭവിക്കേണ്ടി വന്ന ആ ഒരു ബ്രാഹ്മിൻ കമ്മ്യൂണിറ്റിയുണ്ട്. ഡൽഹിയിലേക്ക് മറ്റു പ്രദേശങ്ങളിലായി ചേക്കേറിയവർ അവരെ തിരിച്ചു കൊണ്ടുപോയി ചെല്ലും എന്നുള്ളൊരു പ്രോമിസാണല്ലോ രാമക്ഷേത്രം പണിയുമെന്നുള്ള പ്രോമിസ് പോലെ തന്നെ പറഞ്ഞുകൊണ്ട് ഇപ്പോഴും ഇരിക്കുന്നത്. അവരെ ജമ്മുവിൽ തിരിച്ചു കൊണ്ടുചെല്ലുമെന്ന് പറയുന്നത്. ഈ ജമ്മു മേഖലയിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒരു പാർട്ടിയാണ് BJP. അവിടെ ഭൂരിപക്ഷ സീറ്റുകളും കിടക്കുന്നത് കാശ്മീർ മേഖലയിലാണ്. BJPയുമായി ചേർന്ന് ശക്തമായ ഒരു അലയൻസ് ഉണ്ടാക്കാൻ ഐദർ PDPയോ അല്ലെങ്കിൽ നാഷണൽ കോൺഫറൻസിനെയോ ലഭിക്കുന്നത് വരെ BJP അവിടെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് തയ്യാറാകില്ല. കാരണം BJP കൃത്യമായി അവിടെ നിന്ന് ജമ്മുവിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി ഒതുക്കപ്പെടും. എന്തായാലും ഈ എപ്പിസോഡിൽ ഉത്തരേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ഇന്ത്യ എങ്ങോട്ട് എന്ന് നമ്മളോടൊപ്പം സംസാരിച്ച ശ്രീ ഷാജി ജോസഫിന് നന്ദി. എന്നോടൊപ്പം NP ചന്ദ്രശേഖരനാണ് ഈ എപ്പിസോഡിൽ അവതാരകനായി ഉണ്ടായിരുന്നത്. പ്രേക്ഷകർക്ക് നന്ദി. അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.